ക്ലാസ് റൂമിന് വെളിയിൽ പെൺകുട്ടികളുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. ആരെങ്കിലും വളരെ ചുരുക്കമായിട്ട് ചിലർക്ക് സംസാരിച്ചിട്ടുണ്ടാകും, പക്ഷെ സംസാരിച്ചാൽ തന്നെ അതൊരു വലിയ സംഭവമായിട്ടാണ് അന്നത്തെ കാലത്ത് അറിയപ്പെട്ടത്. അതുകൊണ്ട് ഈ ലേഡീസുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ലീവ് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അപ്പോൾ ആ ദിവസങ്ങളൊക്കെ ഞങ്ങൾ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അതും വലിയൊരു അപ്പം ലീവ് ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലാം, PG ഹോസ്റ്റലിലുള്ളവർക്കും ആശ്രിത ഹോസ്റ്റലിലുള്ള എല്ലാവർക്കും ചെല്ലാം, ഓരോ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാം. PG ഹോസ്റ്റലിൽ ഞങ്ങൾ അന്ന് അവതരിപ്പിച്ചത് ഒരു നാടകം അവതരിപ്പിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊരു പെണ്ണിൻ്റെ വേഷം, സ്ത്രീയുടെ വേഷം ആണ് ഞാൻ ആക്ട് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ കാലത്തെ പോലെ ലേഡീസ് വന്ന് ഒരു നാടകത്തിൽ ലേഡീസ് വന്ന് അതേപടി അല്ല, ആണിനെ പെണ്ണാക്കി മാറ്റിക്കൊണ്ടാണ് അവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനൊരു ലേഡിയായിട്ട് ആക്ട് ചെയ്തതൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയുള്ള അതുപോലുള്ള ഒന്നിച്ചു പോകാനും അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ PG ഹോസ്റ്റലിൽ ചെയ്തു. അതിനുശേഷം PG ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ട് കോളേജിൽ ഞങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് ഞാൻ MSc ബിരുദമെടുത്തത്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിലാണ് 9 വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അനലിറ്റിക്കൽ കെമിസ്ട്രി കേരളത്തിൽ അന്ന് ഒരു യൂണിവേഴ്സിറ്റിയാണ് ഉണ്ടായിരുന്നത്, കേരള യൂണിവേഴ്സിറ്റി മാത്രം. അന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങി, പക്ഷേ കേരള യൂണിവേഴ്സിറ്റി ഏകദേശം തിരുവനന്തപുരം മുതൽ ഏതാണ്ട് തൃശ്ശൂർ വരെ ഉള്ളവരെല്ലാം ഒരേ യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ അനാലിറ്റിക്കൽ കെമിസ്ട്രി MSc അനാലിറ്റിക്കൽ കെമിസ്ട്രി ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനം CMS കോളേജ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 9 പേരാണ് അവിടെ പഠിച്ചിട്ടുള്ളത്. ആ 9 പേര് ലാബിൽ ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റി ഉണ്ട്. അവിടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CMS കോളേജിലാണെങ്കിൽ അവിടെ ഞങ്ങൾക്ക് അറ്റൻഡേഴ്സ് ഉണ്ട്, 1-2 അറ്റൻഡേഴ്സ് ലാബിലുണ്ട്. പക്ഷേ അവരാരും ഞങ്ങളെ സഹായിക്കത്തില്ല, അവരെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കത്തുള്ളൂ. അപ്പോൾ അവിടെ അപ്പാർട്ടസ് വാഷ് ചെയ്യുന്നതും തിരിച്ചു വെക്കുന്നതും എടുക്കുന്നതും അതുപോലെ അവിടെ സൊല്യൂഷൻ ഉണ്ടാക്കുന്നതും എല്ലാം ഞങ്ങൾ തന്നെയാണ്. അപ്പം അതൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാനായിട്ട് വിളിച്ചു. ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി അവിടെ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഒരു ബ്യൂററ്റ് ഒരാളുടെ ഉണ്ടായിരിക്കാം, മറ്റൊരാൾക്ക് ബ്യൂററ്റ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു ഗ്ലാസ് റോഡില്ല. ഇത് എൻ്റെ നിന്ന് അവൻ എടുക്കുകയും അവൻ്റെ നിന്ന് എന്നെ എടുക്കുകയും അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ ഓരോരുത്തർക്കും പ്രത്യേക അപ്പാർട്ടസ് എല്ലാം പ്രത്യേകം അസൈൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ലാബ് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ ആ അപ്പാർട്ടസ് എല്ലാം തിരിച്ചു കൊടുക്കണം. ഏതെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഫൈൻ ഇൻക്ലൂഡിങ് വ്യക്തിയാണ് കൊടുക്കേണ്ടത്. എങ്കിൽ തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും ഒരാൾക്കില്ലെങ്കിൽ കൊടുക്കുകയും ഒരാളുടെ പൊട്ടിപ്പോയ കൊടുക്കുകയും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ഹോസ്റ്റലിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത് കിഡ്സ് അപ്പാർട്ടസ് എന്ന് പറഞ്ഞ ഒരെണ്ണം. അവിടെ ആ കിഡ്സ് അപ്പാർട്ടസിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനായിട്ടാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് അയൺ സൾഫൈഡും അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡും ഒക്കെ നമ്മൾ തന്നെ ആഡ് ചെയ്യും. അതൊരു ദിവസം ഞാനാണ് ചെയ്തത്. പക്ഷേ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ കിഡ്സ് അപ്പാർട്ടസ് പൊട്ടിപ്പോയി. അപ്പോൾ അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റാണ്. കാര്യം സൾഫ്യൂരിക് ആസിഡ് വെള്ളത്തിലോട്ട് ഒഴിക്കാം, പക്ഷേ വളരെ അത് ഹൈലി എക്സോതെർമിക് റിയാക്ഷൻസ് ആണ്, പെട്ടെന്ന് ചൂടുണ്ടാകും. ആ ചൂടുണ്ടായിട്ട് കിഡ്സ് അപ്പാർട്ടസ് പൊട്ടുകയാണ്. പക്ഷേ ആ കിഡ്സ് അപ്പാർട്ടസ് അപ്പം ഞങ്ങളുടെ പ്രൊഫസർ ഇത് കണ്ടു, ഇത് അറിഞ്ഞു വന്നു. അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ വില 300 രൂപയാണ്, ആ 300 രൂപ താൻ തരണമെന്നാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അന്നത്തെ കാലത്തെ 300 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് 1 വർഷം ഹോസ്റ്റലിൽ കൊടുക്കേണ്ട പൈസയാണ് 300 രൂപയുള്ളൂ. അപ്പോൾ ഓർക്കണം, അത്ര ആ 300 രൂപ ഒരാൾ തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള 9 പേരോട് ഞാൻ പറഞ്ഞു, ഈ 300 രൂപ എനിക്ക് തന്നെ എടുക്കാൻ പറ്റത്തില്ല, ഒരിക്കലും എനിക്ക് വീട്ടിൽ ചെന്ന് പറയാനോ അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ അത് കിട്ടുവാനുള്ള സാഹചര്യമല്ല ഉള്ളത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നോട് സഹായിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടെയാണ് ഞാൻ ഈ ഗ്യാസ് ഉണ്ടാക്കാൻ ശ്രമിച്ചത്. പക്ഷേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റാണ്, അത് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അവരെല്ലാവരും കൂടെ അത് എല്ലാവരും 30 രൂപ എടുത്തപ്പോൾ 10 പേരായപ്പോൾ 300 രൂപ കൊടുക്കാൻ എനിക്ക് പറ്റി. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു സംഭവമാണ്. കാര്യം അപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ കൂട്ടുകാരോട് പറയുക, നീ ആ പൊട്ടിച്ചത്, നീ അത് എടുത്തോണമെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊക്കെ 300 രൂപ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ എന്നെ രക്ഷിച്ച് എൻ്റെ ആ കൂട്ടുകാരോടൊക്കെയുള്ള ആ പ്രതിബദ്ധതയും അവരോടുള്ള സ്നേഹവും കരുതലും ഇപ്പോഴും ഞാൻ എന്നോടുള്ള സ്നേഹവും കരുതലൊക്കെ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ CMS കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ലെക്ചറിങ് ആണ്, അവിടെ ടീച്ചിങ് ആണ്. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഞാൻ CMS കോളേജിലേക്ക് വരുമ്പോൾ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഒരു ടീച്ചിങ് ആണ്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിപ്പിക്കും, അവിടെ നോട്ട് തരും, ക്വസ്റ്റ്യൻ പറഞ്ഞു, ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയും, അതിന് നമ്മൾ അതുപോലെ അങ്ങ് പഠിച്ചിട്ട് പരീക്ഷ എഴുതിയാൽ മതി. അതുകൊണ്ട് ഒരു വ്യത്യാസമില്ല, പരീക്ഷയ്ക്ക് വരികയും ചെയ്യും, പരീക്ഷയ്ക്ക് നമുക്ക് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് BScക്ക് എനിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു. അതേസമയത്ത് CMS വന്നപ്പോഴത്തേക്ക് അത് നിലനിർത്താൻ എനിക്ക് പറ്റിയില്ല. കാരണം CMS കോളേജിൽ ലെക്ചറിങ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ തിങ്ക് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. അവർ ക്വസ്റ്റ്യൻ പറയും, പക്ഷേ ആൻസർ പറയത്തില്ല. ആൻസർ നമുക്ക് ഉണ്ടാക്കാം, എന്നിട്ട് നമുക്ക് അവരോട് ചോദിക്കാം വെദർ ദിസ് ആൻസർ ഈസ് കറക്റ്റ് ഓർ നോട്ട്. എപ്പോഴും ഒരു വൈ എന്നുള്ളൊരു ചോദ്യം, വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഒരു സോൾട്ട് വെള്ളത്തിലിട്ടാൽ അത് ഡിസോൾവ് ചെയ്യും, ചില സോൾട്ട് വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്താൽ
വൈ സം ആർ ഡിസോൾവിങ്, സം ആർ നോട്ട് ഡിസോൾവിങ്. ഇങ്ങനെയുള്ള ഒരു ചോദ്യവും ആൻസറും ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലാണ് CMS കോളേജിലൊക്കെ. അപ്പോൾ CMS കോളേജിലെ പഠനമൊക്കെ ഒരു പ്രത്യേകതയാണ്, എല്ലാം കൊണ്ടും പ്രത്യേകതയുള്ള ഒരു കോളേജാണ് CMS കോളേജ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ 9 വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത്. 9 പേർക്കും റാങ്കുണ്ട്. കാര്യം 10 റാങ്കാണ് CMS കോളേജിലെ ഒരു കോഴ്സിന് യൂണിവേഴ്സിറ്റി പറയുന്ന 10 റാങ്ക്. 11ാമത്തെ റാങ്കിലോട്ട് അവരെ കൂട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾക്ക് 10 പേർക്കും റാങ്കുണ്ട് എന്നുള്ളതാണ്. 9 പേർക്കും റാങ്കുണ്ട്. അത് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ ഞാനിപ്പോഴും ഓർക്കുന്നത് PD തോമസ് എന്നാണ്. PD തോമസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് അദ്ദേഹം റിസർച്ച് എടുത്തിട്ട് വളരെ പ്രശസ്തമായ ഒരു സയൻറ്റിസ്റ്റായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PD തോമസ്. അദ്ദേഹത്തിന് മാത്രമേ അന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയുള്ളത്. അത് 60%. അതേസമയം ബാക്കിയുള്ളവരെല്ലാം 3-4 പേർക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടി, ബാക്കിയുള്ളവർക്ക് തേർഡ് ക്ലാസ്സാണ് കിട്ടിയത്. അപ്പോൾ എനിക്ക് സെക്കൻഡ് ക്ലാസ് കിട്ടി. പക്ഷേ എന്നാലും എനിക്ക് പല കാര്യങ്ങളും അവിടുന്ന് പഠിക്കാനായിട്ട് പോയിട്ട് കെമിസ്ട്രിയിൽ ഇൻട്രസ്റ്റ് തുടങ്ങിയതും കെമിസ്ട്രി പഠിക്കാൻ ശരിക്കും തുടങ്ങിയതും നേരത്തെ തൊട്ടേ കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എങ്കിലും കൂടുതൽ കാര്യകാരണ സഹിതം പഠിക്കാൻ തുടങ്ങിയത് CMS കോളേജിൽ പഠിക്കാൻ തുടങ്ങിയപ്പോഴും അതുപോലെ തന്നെ പിന്നീട് എനിക്ക് CMS കോളേജിൽ ജോലി കിട്ടിയപ്പോഴുമാണ് ഞാൻ കെമിസ്ട്രി ശരിക്കും പഠിച്ചു തുടങ്ങിയത് എന്ന് എനിക്ക് പറയാൻ പറ്റും. അതൊന്നും ഒരു കുറവായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല. അതൊക്കെ എൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൂടുതൽ കരുത്തുകയായിരുന്നു ആ പഠന രീതിയൊക്കെ. അതുപോലെ തന്നെ CMS കോളേജിലെ ജോലിയിൽ ജോലി കിട്ടിയതും ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഞാൻ പഠിച്ച് ഇറങ്ങിയ സമയത്ത് 74-75 കാലത്ത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് കോളേജുകളിലൊന്നും ജോലിയില്ല. ആ വേക്കൻസികളില്ല. ഇല്ലാഞ്ഞിട്ടല്ല, വേക്കൻസി അനൗൺസ് ചെയ്യുന്നില്ല. കാരണം 1972 പ്രൈവറ്റ് കോളേജുകളിൽ ഡയറക്റ്റ് പേയ്മെൻറ്റ് വന്നത്. 1972 വരെ കോളേജുകളിൽ മാനേജ്മെൻറ്റാണ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നത്. അധ്യാപകർക്ക് ശമ്പളം കൊടുത്തിരിക്കുന്ന മാനേജരാണ്. വിദ്യാർത്ഥികളുടെ നിന്ന് ഫീസ് എടുക്കുന്നതും മാനേജരാണ്. പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ഗ്രാൻഡ് കിട്ടും. ഇതൊക്കെ കൊണ്ടാണ് കോളേജിൻ്റെ ചെലവുകളും അധ്യാപകരുടെ ശമ്പളമൊക്കെ കൊടുത്തിരുന്നത്. 1972 ആൻ്റണി ഗവൺമെൻറ് AK ആൻ്റണി ചീഫ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് അന്ന് വലിയൊരു സമരം നടക്കുകയും സമരത്തിൻ്റെ ഭാഗമായിട്ട് മാനേജ്മെൻറ്റിനെ നിയന്ത്രിക്കാൻ വേണ്ടി എല്ലാ അധ്യാപകർക്കും ഡയറക്റ്റ് പേയ്മെൻ്റ് ആക്കി. ഗവൺമെൻറ്റിൽ നിന്ന് ഡയറക്റ്റ് സാലറി കൊടുക്കുക. അപ്പം ഗവൺമെൻറ് സാലറി കൊടുക്കുമ്പോൾ അധ്യാപകരുടെ നിയമത്തിൽ ചില നിയന്ത്രണങ്ങളൊക്കെ ഗവൺമെൻറ് കൊണ്ടുവരും. അപ്പോൾ അവിടെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ രൂപപ്പെടുത്തേണ്ടത്. അതിനുവേണ്ടി ഈ 72 മുതൽ 74 വരെ ഒരൊറ്റ കോളേജുകളിലും ഒരു വേക്കൻസി പോലും ആരും എടുക്കാതെ വേക്കൻസി അനൗൺസ് ചെയ്യാതെ അങ്ങനെ നടക്കുക. അപ്പം വേക്കൻസി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് പക്ഷേ 74-75 ആയപ്പോഴത്തേക്ക് ചില കോളേജുകളൊക്കെ CMS കോളേജ് പോലുള്ള കോളേജുകളിലൊക്കെ വേക്കൻസി അനൗൺസ് ചെയ്യുകയും കിട്ടാനുണ്ട്. CMS കോളേജ്, ബിഷംപൂർ കോളേജ് അങ്ങനെയുള്ള ഈ 2 കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് CMS കോളേജിൽ കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ കോളേജിൽ കാലാവധി 1 വർഷം ഞാൻ പഠനത്തിന് ശേഷം 1 വർഷം ഞാൻ വെറുതെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പഠനം തുടങ്ങിയപ്പം തൊട്ട് ഞാൻ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ട്യൂട്ടോറിയലിൽ പഠിപ്പിക്കാനാണ് തുടങ്ങിയത്. കോടുളഞ്ഞിയിലെ ട്യൂട്ടോറിയൽ, ചെങ്ങന്നൂർ, പന്തളം, തിരുവനന്തപുരം ഒക്കെ ട്യൂട്ടോറിയൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ ഞാൻ മറ്റ് ജോലികൾ ശ്രമിച്ചു. കാരണം ട്യൂട്ടോറിയൽ കോളേജിൽ അത്ര ഒരു പെർമനൻറ്റ് ജോലിയല്ല, പെൻഷനില്ല, ഒന്നുമില്ല. നമുക്ക് അവർക്കൊപ്പം വേണമെങ്കിൽ നമ്മളെ പിരിച്ചുവിടാം. അതുകൊണ്ട് കോളേജിൽ ഒരു പെർമനൻറ്റ് ജോലി കിട്ടുക എന്നുള്ളത് അപ്പോഴും ഞാൻ ഈ സമയത്ത് തന്നെ മറ്റ് ജോലികളും ഞാൻ ശ്രമിച്ചിരുന്നു. AGS ഓഫീസ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സീക്രട്ട് സർവീസാണ് റിസർച്ച് അനാലിസിസ് വിങ്, റോ എന്ന് പറയും. അവിടെയൊക്കെ ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. പക്ഷേ ഇവിടെയൊക്കെ ജോലിക്ക് ഞാൻ പോകുമ്പോഴും എനിക്കത് കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലില്ല. കാരണം എൻ്റെ സംബന്ധിച്ചൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. അതനുസരിച്ച് അതാണ് എൻ്റെ ചിന്തയും അതുപോലെ എൻ്റെ ആഗ്രഹവും മനസ്സിലും. പക്ഷേ മറ്റാരോടും ഞാൻ പറഞ്ഞില്ല. കാര്യം കോളേജിൽ ഒരു സെക്കൻഡ് ക്ലാസ് ഉള്ള എനിക്ക് കോളേജ് അധ്യാപകനായിട്ട് കിട്ടാനുള്ള സാധ്യത കുറവ്. അതുപോലെ തന്നെ കോളേജുകളിൽ വേക്കൻസി നമ്പർ കുറവ്. അതുകൊണ്ടൊക്കെ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലായിരുന്നു. എങ്കിലും എൻ്റെ മനസ്സിലുണ്ട്. അത് കാരണം ഒരു അധ്യാപകനാകണമെന്നുള്ളത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. കാരണം കോടുളഞ്ഞി തന്നെ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടമാണ്. കോടുളഞ്ഞി ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ കോടുളഞ്ഞിയിൽ ജനിച്ചതും വളർന്നതും. ഞാൻ സൺഡേ സ്കൂൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ അവിടെ സൺഡേ സ്കൂൾ സൂപ്പറുണ്ട് പോത്തൻ സാർ. സൺഡേ സ്കൂളിൻ്റെ മറ്റു സാറിനെ പഠിപ്പിക്കുന്നത് പലരും അധ്യാപകരാണ് അവിടെ പഠിപ്പിക്കാൻ വരുന്നത്. അവരെല്ലാം സാറ് അല്ലാതെ തന്നെ എല്ലാവരും വിളിക്കുന്നവരാണ്. അതുപോലെ തന്നെ പള്ളിയിലെ 2 കൈക്കാരന്മാർ, പോത്തൻ സാറും ജോസഫ് സാറും, അവർ 2 സാറുമാരാണ്. പഴയ ഹെഡ് മാസ്റ്റർമാരാണ് അവർ 2. അതുപോലെ പഴയ DEOമാർ, പഴയ AEOമാർ.
അങ്ങനെയുള്ളവരാണ് പള്ളിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നവർ. കോടൂരിലുള്ള എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഒരു ടീച്ചർ വീതം ഉണ്ടാകുന്നത് അതേ രീതിയിലാണ്. അപ്പോൾ എൻ്റെ ഫാദറിൻ്റെ സിസ്റ്റേഴ്സ് 3 പേരും ടീച്ചേഴ്സാണ്. അതുകൊണ്ട് ഒരു ടീച്ചർ ആകണം, ഒരു അധ്യാപകരാണ്. അതുകൊണ്ട് സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം തോന്നിയില്ല. കോളേജിൽ ഏതായാലും ദൈവം എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും അനുസരിച്ച് ദൈവം ഈ CMS കോളേജിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയും ചെയ്തു. കോളേജിലെ ജീവിതവും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിരുന്നു. എനിക്ക് 100% പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ജോലിയായിരുന്നു കോട്ടയം CMS കോളേജിലേത്. അങ്ങനെയാണ് CMS കോളേജ് ജോലി ചെയ്യുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്തു. ബാക്കി മറ്റേതിനകത്ത് പറഞ്ഞു.